ജലവ്യവസ്ഥയും ഉരുൾപൊട്ടലും. ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിരിക്കുന്ന ജലചക്രത്തിന്റെ ചിത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഭൂമിയിൽ മഴയുടെയും മഞ്ഞിന്റെയും രൂപത്തിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ഭാഗം ഒഴുകി കടലിലേക്ക് പോകും. കടലിലുള്ള വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി തന്നെയാണ് മേഘങ്ങളാൽ തടഞ്ഞ് വർഷമേഘങ്ങളിൽ ഉടലുടഞ്ഞ് ഭൂമിതൻ ദാഹമകറ്റാൻ മഴയായും മഞ്ഞായും ജലമെത്തുന്നത്. എന്നാൽ ആ ചിത്രം സൂചിപ്പിക്കുന്നത് പോലെ കടലിൽ നിന്ന് മാത്രമല്ല, കരയിലെ സസ്യങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലൂടെ വരുന്ന വെള്ളത്തിന്റെ മഴയുടെ 10% ഇലകളും ചെടികളും എടുത്തു വയ്ക്കുകയും അതിൽ നല്ലൊരു ഭാഗം സേചനം എന്ന പ്രക്രിയയിലൂടെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന പ്രോസസ്സിലൂടെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകും. അതുപോലെ തന്നെ മണ്ണിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളത്തിന്റെ നല്ലൊരു ശതമാനം ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന പേരിൽ അതും പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് പോകും. അപ്പോൾ അതുപോലെ തന്നെ കുളങ്ങൾ, നദികൾ, തോടുകൾ എന്നിവിടങ്ങളിലെ ജലവും നീരാവിയായി മേൽപോട്ട് പോകും. അപ്പോൾ കടലിലെ ജലം മാത്രമല്ല, കടൽ, സസ്യങ്ങൾ, മരങ്ങൾ, വൃക്ഷങ്ങൾ, മണ്ണ്, കായലുകൾ, കുളങ്ങൾ, നദികൾ, തോടുകൾ എന്നിവിടെ എല്ലാ സ്ഥലത്തെ ജലവും സൂര്യപ്രകാശമേറ്റാൽ അവ നല്ലൊരു ഭാഗം നീരാവിയായി മേൽപോട്ട് പോകും. മലനിരകളിൽ ധാരാളമായി സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ട് നല്ല നിലയിൽ മരങ്ങളിൽ നിന്ന് ധാരാളം ജലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിൽ സേചനത്തിലൂടെയും അല്ലാതെയും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് പോകും. തെങ്ങ് പോലുള്ള ചെടികളാണ് വെക്കുന്നതെങ്കിൽ ധാരാളമായ ജലം ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്ത് അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടും. ഇങ്ങനെ പോകുന്ന ജലവും കൂടി കൊണ്ടാണ് മഴയുടെ തോത് നിർണ്ണയിക്കുന്നത്, നീരാവിയുടെ അളവൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ജലവ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ മലനിരകളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മലനിരകളിൽ ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെങ്കിൽ പർവ്വതജന്യമായ മഴയാണ് പെയ്യുന്നത്. പർവ്വതജന്യമായ മഴ എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കടലിലെ വെള്ളവും മറ്റു പ്രദേശങ്ങളിലെ ജലവും നീരാവിയായി സഞ്ചരിക്കുമ്പോൾ അത് കുറച്ചു ദൂരം കടലിൽ നിന്നും മറ്റ് കരയിൽ നിന്നുമെല്ലാം ഉയർന്ന് വെർട്ടിക്കലായി ലംബമായി പോയതിനു ശേഷം അത് തിരശ്ചീനമായി സഞ്ചരിക്കും. അങ്ങനെ തിരശ്ചീനമായി സഞ്ചരിച്ച് വെർട്ടിക്കലായി സഞ്ചരിച്ച് അത് പോകുമ്പോൾ ആ മഴമേഘങ്ങളെ തടയുവാൻ ഇവിടെ പശ്ചിമഘട്ട മലനിരകൾ, സഹ്യാദ്രി മലകളുണ്ട്. ആ മലകളിൽ പെയ്യുന്ന മലകളുടെ തടസ്സം കൂടിക്കൊണ്ട് ഓറോഗ്രാഫിക് എഫക്റ്റ് ഓഫ് മൗണ്ടൻസ് അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ ഓറോഗ്രാഫിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൂടിക്കൊണ്ടാണ് അതിന്റെ താഴ്ഭാഗങ്ങളിൽ പോകുന്ന നീരാവിയെ, ചൂടുള്ള നീരാവിയെ പെട്ടെന്ന് വലിച്ചു മുകളിലേക്ക് എടുക്കുകയും അത് വളരെ വേഗം തണുത്ത് മഴയായി വരികയും ചെയ്യുന്നു. ഇങ്ങനെ മഴയായി വരുമ്പോൾ ആ മഴയെ ഏറ്റെടുക്കുവാൻ ജൈവ വൈവിധ്യമുള്ള വിവിധ തലങ്ങളിലുള്ള മരങ്ങളും വൃക്ഷങ്ങളും ആവശ്യമുണ്ട്. കാടെന്ന ആവാസ വ്യവസ്ഥയിൽ വളരെ പൊക്കത്തിലുള്ള മരങ്ങൾ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞ മരങ്ങൾ, പിന്നെയും പൊക്കം കുറവുള്ളവ, അത് കഴിഞ്ഞാൽ ഷർബുകൾ, കുറ്റിക്കാടുകൾ, അത് കഴിഞ്ഞാൽ പുൽച്ചെടികൾ. ഇങ്ങനെ 4-5 ലെയർ ഉള്ളതാണ് ഒരു വന ആവാസ വ്യവസ്ഥ. അപ്പോൾ ശക്തമായ മഴത്തുള്ളികൾ ഏറ്റവും ഉയരത്തിലുള്ള മരങ്ങളിൽ വീണാൽ, മരത്തലപ്പുകളിൽ വീണാൽ, ഇലത്തലപ്പുകളിൽ വീണാൽ അതിന്റെ ശക്തി ഒന്ന് കുറഞ്ഞ് തൊട്ടടുത്ത ലെയറിൽ താഴത്തുള്ള പൊക്കമുള്ള മരങ്ങളിൽ വീഴുകയും ചെടികളിൽ വീഴുകയും അങ്ങനെ 4-5 പൊക്കം വ്യത്യാസത്തിൽ നിരകളിൽ നിൽക്കുന്ന മരങ്ങളിലും വൃക്ഷങ്ങളിലും വീണതിനു ശേഷം കുറ്റിച്ചെടിയിൽ വീഴുമ്പോൾ അതിന്റെ ശക്തി നന്നായി കുറയും. വീണ്ടും അത് പുൽമേടുകളിൽ വീഴുമ്പോൾ വളരെ ശക്തി കുറയുകയും പിന്നെ ചെറിയ നീരൊഴുക്കായി മാറുകയും ചെയ്യും. അങ്ങനെ വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യം ഉണ്ടായിരുന്ന പശ്ചിമഘട്ടൻ മലനിരകളെ ഏകവിളകളാക്കി മാറ്റിയപ്പോൾ, തേക്ക് കാടുകളാക്കി, ഏലം കാടുകളാക്കി, തേയില എസ്റ്റേറ്റുകളാക്കി മാറ്റിയപ്പോൾ വർദ്ധിച്ചു വരുന്ന മഴവെള്ളമാണ് പെട്ടെന്ന് താഴേക്ക് വരുന്നത്. ഞാൻ പോയി കണ്ട ഉണ്ടകൈ മലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ ആ മലയുടെ 2300 മീറ്റർ 6900 അടി പൊക്കമുള്ള ആ മലയുടെ 2 വശവും പുഞ്ചിരിമട്ടം മലയിൽ തുടങ്ങി ഉണ്ടകൈ മലയിലും ചൂരൽ മലയിലേക്ക് വന്നിരിക്കുന്ന ഭാഗം ഒഴിച്ച് മറുവശത്തും അതിന്റെ കിഴക്കൻ ഭാഗത്തും നന്നായി മുൻകാലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുൻകാലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മലയിൽ 84-ലും 2019-ലും 20-ലും ഒക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായി. വിവിധ കാലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു മലയിൽ 2 തരത്തിലുള്ള മണ്ണുണ്ട്. ഒന്ന് കനം കുറഞ്ഞ മണ്ണ്. കനം കുറഞ്ഞ മണ്ണിന്റെ പ്രത്യേകത, ആ മണ്ണിൽ വെള്ളമിറങ്ങിയാൽ വളരെ പെട്ടെന്ന് പാറയിലെ ഇടുക്കുകളിലേക്ക് പോവുകയും ലീനിയൻമെന്റ് എന്നറിയപ്പെടുന്ന, ജിയോളജിക്കൽ ലീനിയൻമെന്റ് എന്നറിയപ്പെടുന്ന ഭാഗത്തുകൂടെ വെള്ളം പാറ ഇടുക്കുകൾക്കടിയിൽ കൂടെ ഇറങ്ങി പാറകളെ അസ്ഥിരപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ഒരു വശത്ത് ചരിവുള്ളത് കൊണ്ട് മറ്റു വശങ്ങളിൽ വെള്ളമിറങ്ങിയാൽ തീർച്ചയായിട്ടും പാറയുടെ വിടവുകളിലൂടെ വെള്ളമിറങ്ങുകയാണെങ്കിൽ പാറകൾ പെട്ടെന്ന് നശിക്കുവാനും അത് ഇളകി വരുവാനുള്ള സാധ്യതയുണ്ട്.
മറ്റൊരു തരത്തിലുള്ള മണ്ണുണ്ട് അവിടെ. ആ മണ്ണിന്റെ പ്രത്യേകത അതിൽ ധാരാളം വെള്ളം കടത്തി വെക്കുന്നു. കുറച്ച് ആഴത്തിലുള്ള മണ്ണാണ്. അങ്ങനെ വെള്ളം കടത്തി വെച്ചിരുന്നാൽ തുടർന്ന് നല്ല കാറ്റും മഴയും വരുമ്പോൾ അതോടൊപ്പം നിൽക്കുന്ന മരങ്ങൾ ആടിയുലഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മണ്ണിൽ കരുതിയിരിക്കുന്ന വെള്ളവും കൂടി റിലീസ് ചെയ്യുവാനും പുറപ്പെടുവിക്കുവാനും അതും കൂടി ബഹളമുണ്ടാക്കുകയും ചെയ്യും. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ആ മലനിരകളുടെ താഴ്വാര ഭാഗങ്ങളിൽ ധാരാളമായി ആൾതാമസമുണ്ട്. അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി, അവരുടെ റിസോർട്ടുകൾക്ക് വേണ്ടി, അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ധാരാളം ജലമെടുത്തിട്ടുണ്ട്. ആ ജലമെടുത്തിരിക്കുന്നത് തീർച്ചയായും മുകൾ ഭാഗങ്ങളിലെ മലകളിലെ 1-ാം നിര, 2-ാം നിര, 3-ാം നിര ചാലുകളിലെ ചെറിയ അരുവികളിൽ നിന്നും വെള്ളം കെട്ടുനിന്ന പ്രദേശങ്ങളിലും വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കി ട്യൂബിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ തോതിൽ എടുത്തത് കൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് വലിയ തോതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായും ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്യുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ കുടിവെള്ളത്തിന് ആവശ്യത്തിനോ ഗാർഹിക ആവശ്യത്തിനോ എടുത്തത് കൊണ്ട് അത്ര വലിയ പ്രതിസന്ധി ഉണ്ടാവില്ലെങ്കിലും മറ്റ് വലിയ തോതിൽ കൃഷിക്കോ മറ്റാവശ്യങ്ങൾക്കോ എടുത്തിട്ടുണ്ടെങ്കിൽ അതും പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയിരിക്കാം. ഇനി അവിടെ ഒരു മലയുടെ ജലവ്യവസ്ഥ നിലനിൽക്കുന്നത് അക്വിഫർ അല്ലെങ്കിൽ ജലസ്തരം അല്ലെങ്കിൽ നീരട്ടി എന്നൊക്കെ പറയാവുന്ന രീതികൾ കൂടി കൊണ്ടാണ്. അക്വിഫറിന്റെയും ഡ്രെയിനേജ് വ്യവസ്ഥയുടെയും രീതിയിൽ കൂടെയാണ് തീർച്ചയായും മലകൾ നിലനിൽക്കുന്നത്. മലകളിൽ നിന്ന് 1-ാം നിര, 2-ാം നിര, 3-ാം നിര തുടങ്ങി വിവിധ നിരകളിലുള്ള ചാലുകൾ ഉണ്ടാകും. ഈ ചാലുകളിലൂടെ അകത്തേക്കിറങ്ങുന്ന വെള്ളത്തിന്റെ നല്ലൊരു ഭാഗവും ഭൂമിക്കടിയിൽ പോയാൽ അവ ജലസ്തരങ്ങളായി, വാട്ടർ അക്വിഫറുകളായി മാറേണ്ടതുണ്ട്. ജലസ്തരങ്ങളിൽ, വാട്ടർ അക്വിഫറുകളിൽ വെള്ളം ശേഖരിക്കുമ്പോൾ അതൊരു സമ്മർദ്ദമുണ്ടാക്കും. സ്വാഭാവികമായി ധാരാളമായി മലനിരകളിൽ കെട്ടിടങ്ങളും കൃഷിരീതികളും പ്ലാറ്റ്ഫോം വെട്ടിയുള്ള കൃഷിരീതികളൊക്കെ ചെയ്യുമ്പോൾ അവിടെ കൂടെ ഇറങ്ങുന്ന വെള്ളം ജലസ്തരത്തിന്റെ വിവിധ രൂപങ്ങൾ ഭാഗങ്ങൾ സൃഷ്ടിക്കും. താഴ്വാരങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് റോഡിനായാലും കെട്ടിടങ്ങൾക്കായാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭാഗങ്ങളിലും വിവിധ രൂപത്തിലുള്ള ജലസ്തരങ്ങൾ ഭൂഗർഭത്തിൽ ഉണ്ടാകും. തീർച്ചയായും മഴക്കാലത്ത് വരുന്ന അധിക ജലത്തെ സുഗമമായി ഒഴുകിപ്പോകുവാനുള്ള നീരൊഴുക്ക് സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സവും, അങ്ങനെ നീരൊഴുക്ക് സംവിധാനങ്ങളിലൂടെ അകത്തേക്കിറങ്ങുന്ന വെള്ളം താഴെ എത്തുമ്പോൾ അവ ഒഴുകി മാറുന്നതിനുള്ള നദിയിലെ വെള്ളം പെട്ടെന്ന് ഒഴുകിക്കൊടുത്താൽ മാത്രമേ ബാക്കി വെള്ളത്തിന് ഒഴുകി പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നദികളിൽ വെള്ളം നിൽക്കുമ്പോൾ സ്വാഭാവികമായി അതിന്റെ നദികളിൽ കൂടി മഴ പെയ്യുന്നത് കൂടിക്കൊണ്ടും നദികളിൽ വെള്ളം ഉയരും. അങ്ങനെ ഉയരുമ്പോൾ അതിന്റെ അടുത്തുള്ള സമതല പ്രദേശങ്ങളിലെ വാട്ടർ അക്വിഫയറിന്റെ പ്രഷർ ചരിഞ്ഞ പ്രദേശത്തേക്കും, ചരിഞ്ഞ പ്രദേശങ്ങളിലെ വാട്ടർ അക്വിഫയറിന്റെ പ്രഷർ ഉയർന്ന പ്രദേശങ്ങളിലേക്കും ഉണ്ടാകാം. ഇത് 2 തരത്തിലും സംഭവിക്കാറുണ്ട്. കടൽ തീരത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ചേർത്തിരിക്കുന്ന ചിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കും. കടൽ തീരത്ത് ധാരാളം ഉപ്പുവെള്ളം കരയിലേക്ക് കയറാറുണ്ട്. എന്തുകൊണ്ട് കയറുന്നു? കരയിലെ ഭൂമിക്കടിയിലുള്ള ജലത്തിന്റെ തോത് കുറയുമ്പോൾ സ്വാഭാവികമായി കടലിലെ ഉപ്പുവെള്ളം സമാന്തര നിരകളാകുമ്പോൾ, സെയിം ലെവലാകുമ്പോൾ കരയിലേക്ക് കയറും. അങ്ങനെ കരയിലേക്ക് കയറുന്നത് കൊണ്ട് കൂടിയാണ് വേനൽക്കാലങ്ങളിൽ നമ്മുടെ നദികളിൽ തീർച്ചയായും ഉപ്പുവെള്ളം കയറുകയും അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ കടൽ തീരങ്ങളിൽ സലൈൻ ഇൻട്രൂഷൻ ഉള്ളതുപോലെ തന്നെ മലയോരങ്ങളിൽ തീർച്ചയായും അക്വിഫറുകളിൽ ഉണ്ടാകുന്ന ജലത്തിന്റെ ശേഖരത്തിന്റെയും അവിടെ ശേഖരിക്കപ്പെടുന്ന ജലത്തിന്റെ അളവിന്റെയും സ്വാധീനം തീർച്ചയായും മലനിരകളിൽ ഉണ്ടാകും. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളിലെ വയനാടൻ മലകളായാലും ഇടുക്കിയിലെ മലകളായാലും പശ്ചിമഘട്ട മലയിലെ ഏത് മലനിരകളായാലും അവിടുത്തെ ജലവ്യവസ്ഥയെ കൂടി പഠിച്ചുകൊണ്ട്, അവിടെ പെയ്യുന്ന മഴയുടെ കണക്കറിഞ്ഞുകൊണ്ട്, ആ പെയ്തെത്തുന്ന മഴ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ അരുവികളിലൂടെ ഏതൊക്കെ നിരച്ചാലുകളിലൂടെ താഴേക്ക് പോകണമെന്ന് മനസ്സിലാക്കി, അവിടെ എത്ര വെള്ളമാണ് ഭൂഗർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജലസ്തരങ്ങളിൽ ശേഖരിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ആ ജലസ്തരങ്ങളുടെ ഒരു പഠനം കൂടി നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഗൗരവമായ പുനർജീവനം സാധ്യമാവുകയുള്ളൂ. തീർച്ചയായിട്ടും കേരളത്തിൽ ഭൂജല വകുപ്പും കേന്ദ്ര ഭൂജല വകുപ്പും നിരവധി സ്ഥാപനങ്ങളുണ്ടെങ്കിലും അതുപോലെ CWIRD പോലുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട് ജലമേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന. എങ്കിൽ പോലും നമുക്ക് കേരളത്തിലെ ഒരു അക്വിഫർ മാപ്പിംഗ് ഇതുവരെ നടത്തിയെടുക്കാൻ സമ്പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അടിയന്തരമായി കേരളത്തിൽ നടക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അക്വിഫർ മാപ്പിംഗ്. എന്തെന്നാൽ നമ്മുടെ പടിഞ്ഞാറൻ മലനിരകളിൽ, കിഴക്കൻ മലനിരകളിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള കടലുകളെ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ആശ്രയിച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങോട്ടേക്കാണ് എല്ലാ നദികളും ഒഴുകുന്നത്. അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് നദികൾ ഒഴുകുകയും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ആ നദികളെ മുറിച്ചുകൊണ്ട് നീരൊഴുക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നീരൊഴുക്കുകൾക്ക് കുറുകെ തെക്ക് നിന്ന് വടക്കോട്ടേക്കാണ് നമ്മുടെ വികസനം പോകുന്നത്.
പാറശാല മുതൽ അല്ലെങ്കിൽ നെയ്യാറ്റിങ്കര മുതൽ കളിക്കവട മുതൽ കാസർഗോഡ് വരെ നമ്മുടെ റോഡുകളും വികസന പ്രവർത്തനങ്ങളും പോകുമ്പോൾ നമ്മുടെ മലനിരകളിൽ നിന്ന് വരുന്ന ചെറുതും വലുതുമായ തോടുകളെയും ജലവിന്യാസ രീതികളെയും മുറിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ മുറിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ പുതിയ ജലസ്തരങ്ങൾ, വാട്ടർ അക്വിഫറുകൾ കേരളത്തിൽ ധാരാളമായി രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക രീതികൾ, ഭൂവിനിയോഗ രീതികളിലെ മാറ്റം, കെട്ടിട നിർമ്മാണ രീതികൾ, റോഡ് നിർമ്മാണ മാർഗങ്ങൾ, രീതികൾ, ഇവയെല്ലാം കൊണ്ട് കേരളത്തിന്റെ അക്വിഫറിന് ഭൂഗർഭ ജലവിധാനത്തിൽ ജലസ്തരങ്ങൾക്ക് വലിയ സമ്മർദ്ദവും വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ഇത് പഠിക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. അതുകൂടി ചെയ്യുമ്പോഴാണ് കേരളത്തിലെ ജലവ്യവസ്ഥയെ കൂടി മനസ്സിലാക്കിക്കൊണ്ട്, കേരളത്തിലെ കാലാവസ്ഥ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹൈഡ്രോളജി മനസ്സിലാക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ഹൈഡ്രോളജി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അക്വിഫറിന്റെ ഫോർമേഷനും അക്വിഫറിന്റെ നിലനിൽക്കലും അതിന്റെ സ്റ്റെബിലിറ്റിയും അതുണ്ടാക്കുന്ന വ്യതിയാനവും അതുണ്ടാക്കുന്ന സമ്മർദ്ദവും ഗൗരവമായി നാം ഇനിയും വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വയനാടിന്റെ മലനിരകളിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ബാക്കിപത്രം എന്ന് പറയുന്നത് പുനരധിവാസം ഒരു വശത്ത് നടക്കട്ടെ, പക്ഷേ ഈ നാട്ടിലെ ഗവേഷണ സ്ഥാപനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ ഏറ്റെടുക്കേണ്ടുന്ന അടിയന്തരമായ പഠന മേഖല ഈ മലനിരകളുടെ മഴയുടെ സ്വാധീനം പോലെ തന്നെ, മഴയുടെ അളവ് പോലെ തന്നെ ആ പ്രദേശത്തിന്റെ ഉപരിതല ഭൂജല വിധാനത്തിലുണ്ടാകുന്ന മാറ്റവും അത്തരത്തിലുണ്ടാകുന്ന മാറ്റത്തിൽ ജലസ്തരങ്ങളുടെ പങ്കും ഓരോ ജലപ്രദേശത്തിന്റെയും ജലസ്തരത്തിന് അല്ലെങ്കിൽ അവിടുത്തെ നീരട്ടിക്ക് അല്ലെങ്കിൽ നീരടിയുന്ന സ്ഥലത്തിന് എന്ത് സംഭവിക്കുന്നു എന്നും നാം തിരിച്ചറിയണം. ഇതിനു മുമ്പ് നാം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിൽ തന്നെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള സീനിയർ ശാസ്ത്രജ്ഞൻ, ഭൂമിശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്ന, നാഷണൽ സെന്റർ ഫോർ സ്റ്റഡീസിലെ ഭൂമിശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്ന ശ്രീ NJ നായർ അവർ, അദ്ദേഹം ഈ നീരട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ മലകളിലും അടിവാരങ്ങളിലുമൊക്കെ രൂപപ്പെടുന്ന നീരട്ടികളിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൂടി കൊണ്ടാണ് നമ്മുടെ മലനിരകളിൽ ഉരുൾപൊട്ടലിന്റെ ആഘാതം ഇത്രയും വലുതായത് അല്ലെങ്കിൽ തീവ്രമായതെന്നുള്ള അഭിപ്രായപ്പെട്ട വീഡിയോയും നാം എടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ആ അനുഭവ സമ്പത്തും ആ പറയുന്ന നിരീക്ഷണവും ഉൾപ്പെടെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഓരോ പ്രദേശത്തിന്റെയും അക്വിഫറുകൾക്ക്, നീരട്ടികൾക്ക്, ജലസ്തരങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കി ഓരോ ചരിവിലും ഓരോ ഭൂപ്രത്യേകതയുള്ള സ്ഥലത്തും ഓരോ ഭൂമിശാസ്ത്ര പ്രദേശത്തും ഓരോ ജിയോളജിക്കലായിട്ടുള്ള പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും എന്താണ് ഭൂഗർഭ ജലത്തിന്റെ വിധാനവും വിതരണവും സമ്മർദ്ദവും എന്നുകൂടി പഠിക്കുന്ന രീതി നാം വികസിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ഭൂപ്രകൃതി, കാട് മുതൽ കടൽ വരെയുള്ള എല്ലാ പ്രദേശങ്ങളുടെയും ഭൂപ്രകൃതി ഓരോ സ്ഥലത്തിനും അനുയോജ്യമായി ചെറുതും വലുതുമായ നീർത്തടങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി, ഓരോ ആഗ്രോ ക്ലൈമാറ്റിക് സോണുകൾ ഏതെന്ന് മനസ്സിലാക്കി, അവിടുത്തെ ജലത്തിന്റെ വിധാനത്തെയും മഴയുടെ ലഭ്യതയും മറ്റ് ഘടകങ്ങളെയും തീർച്ചയായും പഠന വിധേയമാക്കണം. അത്തരത്തിലുള്ള പുതിയ ഒരു ഡേറ്റകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ആസൂത്രണം മുന്നോട്ട് പോകേണ്ടത്. അതിലൂടെ മാത്രമായിരിക്കും പ്രകൃതിയെയും മനുഷ്യരെയും തമ്മിലുള്ള കൂടുതൽ ബന്ധം ശാസ്ത്രീയവും സമഗ്രവും ഏറ്റവും സുസ്ഥിരവുമാക്കി മാറ്റുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഇപ്പോഴത്തെ വർത്തമാനകാല യാഥാർത്ഥ്യവും വയനാട് നൽകുന്ന ശാസ്ത്ര സന്ദേശവും. ആ ശാസ്ത്ര സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് ഇവിടുത്തെ ശാസ്ത്ര സമൂഹത്തിന് കഴിയട്ടെ. എല്ലാവർക്കും നന്ദി.